പ്രധാനപ്പെട്ട പരിശോധന ചങ്ങനാശ്ശേരിയിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ ഉൾപ്പെടെ നടക്കുന്നുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്താണ് ഷിനോജിന് അറിയാൻ കഴിയുന്നത്? പൂജ, പരിശോധന ഇപ്പോഴും തുടരുകയാണ്. രാവിലെ 6:30-ക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന ആരംഭിച്ചത്. നിലവിൽ ഇപ്പോൾ 5 ED ഉദ്യോഗസ്ഥരാണ് ഈ പരിശോധനയിൽ ഭാഗമായിരിക്കുന്നത്. നിലവിൽ മുരാരി ബാബുവിന്റെ ഭാര്യ, മക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ വീട്ടിനകത്ത് തന്നെ ഉണ്ട്. CRPFന്റെ വലിയ രീതിയിലുള്ള സുരക്ഷ ഈ വീടിനുള്ള ചങ്ങനാശ്ശേരി പെരുന്നായിലെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പ്രധാനമായും മുരാരി ബാബുവിന്റെ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ് കാണുന്നതിൽ ഇപ്പോൾ അന്വേഷണ സംഘം ED ഒക്കെ തന്നെ പരിശോധിക്കുന്നത്. നേരത്തെ SIT സംഘം ഇത്തരത്തിൽ മുരാരി ബാബുവിന്റെ വീട്ടിൽ വന്ന് പരിശോധന നടത്തി പോയതാണ്. പ്രത്യേകിച്ച് ഈ ചങ്ങനാശ്ശേരി പെരുന്നായിലുള്ള, അതായത് നിലവിൽ ഇപ്പോൾ വീടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അല്പം മാറി ഒരു ചെറിയ കടയായിരുന്നു മുരാരി ബാബുവിന്റെ പിതാവിന് ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഈ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടിയതിനു ശേഷമാണ് വലിയ രീതിയിൽ സാമ്പത്തികമായ വളർച്ച മുരാരി ബാബുവിന് ഉണ്ടാകുന്നത്. അതാണ് നിലവിൽ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തുന്നത്. പ്രത്യേകിച്ച് SIT നേരത്തെ സമാനമായ രീതിയിലുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 2019 കാലയളവിലാണ് ഇപ്പോൾ ഈ പരിശോധന നടക്കുന്ന വീട്. ഈ വീടെന്ന് പറയുന്നത് അത്യാവശ്യം വലിയ വീടാണ്. ആ വീട് അവിടെ പണിയുന്നത്. ആ സമയത്ത് തന്നെയാണ് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. അതിനാൽ തന്നെ അതിലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ SITയും ഒപ്പം തന്നെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പരിശോധിക്കും. എന്തായാലും 7 മണിക്ക് തുടങ്ങിയ പരിശോധന അതിപ്പോഴും തുടരുകയാണ്. 5 ED ഉദ്യോഗസ്ഥരാണ് നിലവിൽ ഇപ്പോൾ പെരുന്നായിലുള്ള മുരാരി ബാബുവിന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത്. CRPFന്റെ ഒക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള സുരക്ഷയിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ വീട് ഉള്ളത്.